ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പന്നിയിറച്ചിയാണ്. പന്നിയിറച്ചിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഉരുളക്കിഴങ്ങ് 4 എണ്ണം വലുതാക്കി അരിഞ്ഞ് എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇടുമ്പോൾ അല്ലെങ്കിൽ കലങ്ങിപ്പോവും. അത് കാരണം ഞാൻ വലുതാക്കി 4 എണ്ണം അരിഞ്ഞതാണ്. കരിവേപ്പില 3 വണ്ട്, പച്ചമുളക് ഒരു 12 എണ്ണം, ഉപ്പ്, സവാള കനം കുറച്ചരിയണം. കനം കുറച്ചരിഞ്ഞത് 4 എണ്ണം, പിന്നെ ഉപ്പ്. പിന്നെ മസാല പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം ചേർത്തിട്ടുണ്ട്. കറുവാപ്പട്ട ചേർത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത മസാലയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറുവാപ്പട്ട എല്ലാം ചേർത്ത് ഉണ്ടാക്കിയേക്കണേ. അത് കാരണം ഞാനിത് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി ഇളക്കിയത് ഇത് ഇതിനകത്ത് ചേർക്കാൻ പോവുക. എല്ലാം ഇട്ട മസാല അന്നുകൊണ്ട് പ്രത്യേകം നമുക്ക് കറുവാപ്പട്ട നിറണ്ട ഇതിൻ്റെ കൂടെ ചേർത്താണ്. കറുവാപ്പട്ട, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പല്ല 4 സ്പൂൺ മസാല ഇട്ടു. കരിവേപ്പില, പച്ചമുളക്, ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട മസാലയിലുള്ളതാണ്, എന്നാലും ഒരു ലേശം കൂടെ പൊടിക്ക് ചേർക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇതും കൂടെ കുട്ടി വീണ്ടും ഇളക്കാം. സവാള ഇതും കൂടെ ഉരുളക്കിഴങ്ങ് ഇടുക. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം ഉരുളക്കിഴങ്ങ്. അതും കൂടെ ഇട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കണം. നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ നമ്മൾ ഇളക്കണം. ഇറച്ചിക്കകത്ത് സവാള ഇത് ശരിക്കും വേണം. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം സവാള ഇതിനകത്ത് ചേർക്കുക. കുറച്ച് വെക്കും. ഈ വലിയ പാത്രത്തിലേക്ക് ഇടുക. എല്ലാം കൂടി മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. നമ്മൾ കുക്കറിനകത്തിട്ട് വിസിലടിപ്പിക്കും. 6 വിസിൽ വേണം. 6 വിസിൽ നമ്മൾ അടിപ്പിക്കും. 6 വിസിലടിക്കണം എന്നാന്ന് വെച്ചാൽ നമ്മൾ പന്നിയിറച്ചി ചെയ്തുകൊണ്ട് വെന്ത് കിട്ടണ്ടേ, അപ്പോൾ വേവിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ കൂടെ 2 പന്നിയിറച്ചി ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിനകത്തിട്ട് വയ്ക്കുമ്പോൾ വിസിലടിക്കുമ്പോൾ 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് കുക്കറിനകത്തേക്ക് വയ്ക്കാം. 2 സ്പൂൺ വിനാഗിരി ഒഴിച്ചു നമ്മളൊന്നുകൂടി നല്ലപോലെ ഇളക്കണം. നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മൾ കുക്കറിനകത്തേക്ക് ഇടും. നമ്മൾ കുക്കറിനകത്തേക്ക് നല്ലതുപോലെ പുരട്ടി എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് നല്ലതുപോലെ പുരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കുക്കറിനകത്തേക്ക് ഇടുക.
അര കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ കറക്റ്റ് അര കപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പിലേക്ക് ചേർത്ത് വെള്ളം ചേർത്ത് എല്ലാം ചേർത്ത് വെച്ചിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്നു. 6 സ്റ്റീം കേട്ടിട്ട് നമ്മൾ ഇളക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷം വേറൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റണം. ഇറച്ചി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാൻ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ വേറെ ഒരു ദിവസത്തേക്ക്.